ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ആണ്. അപ്പം അതിൽ ആദ്യത്തേതാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അഥവാ MGF. അപ്പം എങ്ങനെയാണ് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF വരിക? So the general definition is mxy of t1 t2 equal to expectation of e raised to t1x plus t2y. Okay, അപ്പം ഇത് നമ്മൾ integration over e raised to t1x plus t2y f xy dx dy അങ്ങനെയാണ് നമ്മൾ MGF കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ MGF ചെയ്യുമ്പം നമ്മുടെ എക്സ്പോണൻറ്റിൻ്റെ ടേംസിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്താലേ നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അത് പ്രത്യേകമായിട്ട് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. സോ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ജനറൽ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ എഴുതി. ഇനി നമ്മൾ ആദ്യം ഇവിടെ ചെയ്യാൻ പോകുന്നത് എക്സ് മൈനസ് μ1 ബൈ സിഗ്മ 1നും വൈ മൈനസ് μ2 ബൈ സിഗ്മ 2നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചേഞ്ച് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരിക എക്സ് മൈനസ് μ1 ബൈ സിഗ്മ 1ന് യു എന്നും വൈ മൈനസ് μ2 ബൈ സിഗ്മ 2ന് വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമ്മുടെ ഡി എക്സ് ഡി വൈക്ക് സിഗ്മ 1 ഡി യുവും സിഗ്മ 2 ഡി വിയും കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് മാറി വരുന്നത് നോക്കാം. അപ്പം അതിൻ്റെ റേഞ്ചിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, മൈനസ് ഇൻഫിനിറ്റിയും ഇൻഫിനിറ്റി ആയതുകൊണ്ട്. സോ വി ഗെറ്റ്, സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ടേമിൽ കിടക്കുന്ന ഇ റേസ് ടു t1 μ1 പ്ലസ് t2 μ2ഉം ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇ റേസ് ടു t1 സിഗ്മ 1 യു പ്ലസ് t2 സിഗ്മ 2 വിയും. ആ ടേം അവിടെ നിന്നാണ് വന്നത് ഇ റേസ് ടു t1x പ്ലസ് t2 വൈ. അതിന് എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോഴാണ് ഈ ടേംസ് വന്നത്. ഓക്കെ, ബാക്കിയൊക്കെ ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ എന്നും ഡിനോമിനേറ്റർ എന്നും സിഗ്മ 1 സിഗ്മ 2 ക്യാൻസൽ ആവും. ഓക്കെ, ബാക്കിയുള്ള ടേംസ് ആണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എക്സ്പെൻഷൻ്റെ ടേംസ് നമ്മൾ ഒന്നിച്ചെഴുതി. ഓക്കെ, അപ്പോൾ ഒന്നിച്ചെഴുതിയപ്പം t1 സിഗ്മ 1 യു പ്ലസ് t2 സിഗ്മ 2 വിക്ക് ഔട്ട് സൈഡിലൊരു 2 × 1 മൈനസ് റോ സ്ക്വയർ വന്നു. ഓക്കെ, അത് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. ജസ്റ്റ് അത് ഒന്നിച്ചെഴുതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലെ എക്സ്പോണൻറ്റിൻ്റെ ടേം മാത്രം, ബ്രാക്കറ്റിനുള്ളിലുള്ള ആ ഒരു ടേം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതപ്പം ഈ ഒരു ഫോമിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസറിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മളിവിടെ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആ ബ്രാക്കറ്റിലുള്ള ടേംസ് കൺസിഡർ ചെയ്തു, അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. സോ നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ എളുപ്പത്തിന് ഈ ഒരു ഫോമിലേക്ക് അതിനെ മാറ്റി എഴുതി. അപ്പം ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പം എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം വേണ്ടാത്ത ടേംസാണ് നമ്മൾ മൈനസ് ഇട്ട് ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടും. ഇനി ഈ ടേംസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഇവിടുത്തെ ഫസ്റ്റ് ടേമിനെ നമ്മൾ 1 മൈനസ് റോ സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു സ്ക്വയർ, അതായത് യു മൈനസ് റോ വി മൈനസ് 1 മൈനസ് റോ സ്ക്വയർ t1 സിഗ്മ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയർ ആണ് ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിനെ മുഴുവനായിട്ട് നമുക്ക് എന്താണ് 1 മൈനസ് റോ സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു സ്ക്വയർ എന്ന് വിളിക്കാം. ഓക്കെ, 1 മൈനസ് റോ സ്ക്വയർ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എക്സ്പോണൻറ്റിൻ്റെ ഫങ്ഷനായിട്ട് വരുമ്പം, എക്സ്പോണൻറ്റിലേക്ക് വരുമ്പം അവിടെ ഒരു 1/2 1 മൈനസ് റോ സ്ക്വയർ ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ആയി പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു 1 മൈനസ് റോ സ്ക്വയർ കൺസിഡർ ചെയ്യുക. ഇനി അടുത്ത ടേമിൽ വി മൈനസ് റോ t1 സിഗ്മ 1 മൈനസ് t2 സിഗ്മ 2ക്ക് ഇസഡ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു ടേം ഇസഡ് സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, ബാക്കിയുള്ള ടേംസ് കോൺസ്റ്റൻസ് ആണ്, അവിടെ യുവും വിയും നമുക്ക് വരുന്നില്ല. സോ ആ ഒരു ടേം അങ്ങനെ തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ എക്സും വൈയും ആയിരുന്നു, അതിനെ യുവും വിയും ആക്കി. ഇനി അവിടെ നിന്ന് നമ്മൾ ഡബ്ല്യു ഇസഡ് എന്ന് പറയുന്ന പുതിയ രണ്ട് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇനി നമുക്ക് ഡിയും ഡി വിയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുകൂടി എന്താണ് വരുന്നതെന്ന് നോക്കാം. സോ ഡി ഡബ്ല്യു എന്ന് പറയുന്നത് ഡി യു ബൈ റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയർ വരും, ഡി ഇസഡ് ഡി വി വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എക്സ്പോണൻറ്റിൽ ഡയറക്റ്റ് ആയിട്ട്
കൊടുക്കാം. നമുക്കറിയാം എക്സ്പോണന്റ് ബ്രാക്കറ്റിലുള്ള ടേംസിന് പകരമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള ടേംസ് എങ്ങനെയായി മാറും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പം ഈ ഒരു ഫോമിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും √(1 - ρ²) ക്യാൻസൽ ആവും. അപ്പം എക്സ്പോണന്റിൽ ഒരു കോൺസ്റ്റന്റ് ഉള്ളിൽ കിടപ്പുണ്ട് അല്ലേ, e⁻1/2 t1² σ1² പ്ലസ് t2² σ2² പ്ലസ് 2 t1 t2 σ1 σ2. അത് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ബാക്കിയുള്ള ടേംസിന്റെ എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ കോൺസ്റ്റൻസ് നമ്മൾ ഔട്ട്സൈഡ് എഴുതി. ബാക്കി 1/2π ഉണ്ടായിരുന്നു. അപ്പം ഡബ്ല്യുവും ഇസഡും ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മളവിടെ 1/2π രണ്ട് ഇൻ്റഗ്രേഷനും നമ്മൾ വീതിച്ചു കൊടുത്ത് 1/√2π 1/√2π. ഓക്കെ, അപ്പം 1/√2π ഇൻ്റഗ്രേഷൻ ഓവർ -∞ to ∞ e⁻² dw എന്താണ്? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി ആണ് 1 ആണ് അല്ലേ. അപ്പം ഈ ഇൻ്റഗ്രേഷൻ രണ്ട് ഇൻ്റഗ്രേഷനും ടോട്ടൽ ഇൻ്റഗ്രേഷൻ 1 ആയി മാറും. സോ mxy ഓഫ് t1 t2, അതായത് എക്സും വൈയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണെങ്കിൽ, ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ MGF എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് MGF ഓഫ് എ ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് μ1 μ2 σ1 σ2 ആൻഡ് ρ. ഓക്കെ, അപ്പം ഇതാണെങ്കിൽ അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സിന് ഏത് വാല്യൂ കിട്ടിയാലും നമുക്ക് MGF എഴുതാനായിട്ട് പറ്റും അല്ലേ. അപ്പം സ്റ്റാൻഡേർഡ് ബൈവേരിയേറ്റ് നോർമൽ ആണെങ്കിലോ, സ്റ്റാൻഡേർഡ് ബൈവേരിയേറ്റ് നോർമൽ ആണെങ്കിൽ എന്താവും? e⁻1/2 t1² t2² 2 ρ t1 t2. ഓക്കെ, അതാണ് ബൈവേരിയേറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ MGFിൽ നിന്ന് നമ്മൾ മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടിരുന്നു MGFിൽ നിന്ന് എങ്ങനെയാണ് മൊമെൻറ്റ്സ് അല്ലേ, മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ MGFിൽ നിന്ന് എങ്ങനെയാണ് മൊമെൻറ്റ്സ് എടുക്കുക. അതേപോലെ നമുക്കിവിടെ നിന്ന് ഫസ്റ്റ് മൊമെൻറ്റും സെക്കൻഡ് മൊമെൻറ്റ്സും പ്രൊഡക്റ്റ് മൊമെൻറ്റ്സും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. MGFിനെ വിത്ത് റെസ്പെക്ട് ടു T1 ഡിഫറൻഷിയേറ്റ് ചെയ്ത് T1ഉം T2ഉം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായി? എക്സ്പോണൻ്റ് ടേം കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആവും അല്ലേ. e⁻0 വരും, e⁻0 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു T1 ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം എന്താണ്? μ1. അപ്പം μ1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ σ1²നും σ1²ൻ്റെ കോഎഫിഷ്യൻ്റ് T1² ആണ് കേട്ടോ, അത് മറക്കരുത്. ഓക്കെ, അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് μ1 കിട്ടും, എക്സ്പെക്ടേഷൻ ഓഫ് വൈ μ2 കിട്ടും. ഇനി അതേപോലെ വേരിയൻസ് നമുക്ക് കിട്ടും. എക്സ്പെക്ടേഷൻ ഓഫ് x² കിട്ടും, എക്സ്പെക്ടേഷൻ ഓഫ് xy കിട്ടും. ഓക്കെ, എക്സ്പെക്ടേഷൻ xy കിട്ടാനായിട്ട് വിത്ത് റെസ്പെക്ട് ടു T1ഉം വിത്ത് റെസ്പെക്ട് ടു T2ഉം ഡിഫറൻഷിയേറ്റ് ചെയ്ത് T1 T2 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് മൊമെൻറ്റ്സ് എല്ലാം കിട്ടും. ഇനി നിങ്ങളുടെ നോട്ടിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പം അത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ്. അപ്പം ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കാണുക, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ മീന്, വേരിയൻസ്, ചില പ്രോബബിലിറ്റീസ് അതൊക്കെ കാണാനായിട്ടുള്ള പ്രോബ്ലമാണ്. അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വേറെ കാണുന്നത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണുന്നത് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. ഓക്കെ, ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇൻഡിപെൻഡൻസ് വരുന്നത്. അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കാണും. എന്നാലും നമ്മളിപ്പം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻഡിപെൻഡൻസിൻ്റെ ജനറൽ ആയിട്ട് കുറച്ച് നോട്ട്സൊക്കെ വളരെ കുറച്ച് നോട്ട്സ് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ കാണുന്ന ഡിറൈവ്ഡ് കണ്ടീഷൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ടേംസിൽ, അതായത് x1 x2 എക്സെട്ര ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അതിൻ്റെ സമ്മിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സൈസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആയിരിക്കത്തില്ല. അപ്പം അതാണ് ഇൻഡിപെൻഡൻസിൻ്റെ കേസിൽ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ കേസിൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയാനുള്ളത്.
അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന് സിംഗിൾ വേരിയബിളിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുക. അതായത് T1 T2 എക്സെട്ര Tn ഇല്ല, T എന്ന് പറയുന്ന സിംഗിൾ വേരിയബിളിലാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ കേസിൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുക. ഇനി അടുത്തത് എക്സൈസ് എന്ന് പറയുന്നത് ക്ലാസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അത് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എക്സൈസിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദയർ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസ് ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ സെക്കൻഡ് കേസിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, അടുത്തതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത്? ഇതെന്ന് പറയുന്നത് ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. ഓക്കെ, അതായത് എക്സൈസ് റാൻഡം വേരിയബിൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സൈസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് എ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. അപ്പം ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കുള്ള ഒരു തിയറം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ് നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത്. അതായത് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈക്വൽ ടു 0. അതായത് റോ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. അപ്പം കോറിലേഷൻ എന്തുകൊണ്ടാണ് 0 എന്ന? കോറിലേഷൻ എന്ന് പറയുന്നത് കൊവേരിയൻസ് ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ ആണ്. കൊവേരിയൻസ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ. അപ്പം നമുക്കറിയാം എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. അപ്പം അത് ട്രൂ ആണെങ്കിൽ എന്താവും? കൊവേരിയൻസ് 0 ആവും. അതുകൊണ്ടാണ് കോറിലേഷൻ 0 ആകുന്നത്. പക്ഷേ ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പം അതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് എക്സിൻ്റെയും വൈയുടെയും ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. എക്സ് സ്റ്റാൻഡേർഡ് നോർമലും വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറും. അപ്പം അതിൻ്റെ കൊവേരിയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. ഓക്കെ, കോറിലേഷൻ 0 ആണ്. പക്ഷേ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് അല്ല. കാരണം വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്താണ് അർത്ഥം? എക്സും വൈയും ഡിപ്പെൻഡൻ്റ് ആണ്. അതിവിടെ കാണുമ്പോഴേ നമുക്കറിയാം വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് പറഞ്ഞ അർത്ഥം എക്സും വൈയും ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ? പക്ഷേ ഇതിൻ്റെ കോറിലേഷൻ എന്ന് പറയുന്നത് എക്സ് വൈയുടെ കോറിലേഷൻ 0 ആണ് എന്ന് വെച്ച് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരു എക്സാമ്പിൾ. ഓക്കെ, നമ്മൾ കാണുന്നത് ബൈവേരിയേറ്റ് നോർമൽ അല്ലെങ്കിൽ മൾട്ടിവേരിയേറ്റ് നോർമലിന് മാത്രമുള്ള ഒരു പെക്യുലാരിറ്റിയാണ്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ. അതായത് എക്സ് വൈ എന്ന് പറയുന്ന റാൻഡം വെക്ടറിന് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ദെൻ എക്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് റോ ഈക്വൽ ടു 0. ഇതിപ്പോൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ ബൈവേരിയേറ്റ് നോർമലിന് മാത്രമുള്ളൊരു പെക്യുലാരിറ്റിയാണ്. അപ്പം ഫസ്റ്റ് പ്രൂഫ് നമ്മളിതിൽ കൺസിഡർ ചെയ്യുമ്പം ഫസ്റ്റ് നമ്മളിതിൻ്റെ ഒരു പാർട്ട് കൺസിഡർ ചെയ്യുകയാണ്. സോ ഫസ്റ്റ് പാർട്ടിൽ വി കൺസിഡർ റോ ഈക്വൽ ടു 0. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റോ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിൻ്റെ ജോയിൻ PDF. അപ്പോൾ ജോയിൻ PDF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാർജിനൽ PDF എന്ന് കിട്ടിയാൽ എന്താണ്? എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ആകും. അതൊരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആണല്ലോ. അപ്പോൾ ജോയിൻ PDF എഴുതുവാണ്. ജോയിൻ PDF എഴുതുമ്പം റോയ്ക്ക് 0 ആണ്. അപ്പം 1 മൈനസ് റോ സ്ക്വയർ ഒക്കെ 1 ആയിട്ട് തന്നെയാണ് കിടക്കുക. സോ ഇത്രയാണ് ജോയിൻ PDF വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? സോ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് മാർജിനൽ ഡെൻസിറ്റീസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഇതിനെ എഴുതാനായിട്ട് പറ്റും, വിച്ച് ഇംപ്ലൈസ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കോൺവേഴ്സ് കാണണം. കോൺവേഴ്സ് എന്താണ്? ലെറ്റ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് റോ ഈക്വൽ ടു 0. സോ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. ദാറ്റ് ഇംപ്ലൈസ് കോവേരിയൻസ് ഈസ് 0. ദാറ്റ് ഇംപ്ലൈസ് കോറിലേഷൻ ഈസ് 0. സോ നമുക്ക് 2 പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നോട്ടിൽ അത് പ്രൂഫ് കംപ്ലീറ്റ് ആയിരിക്കത്തില്ല, സാരമില്ല, ക്ലാസ്സിൽ വെച്ചിട്ട് എഴുതുക. ഇനി ഫസ്റ്റ് പാർട്ട് വേണമെങ്കിൽ നമുക്ക് MGF ഉപയോഗിച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഓൾട്ടർനേറ്റീവ് ഡെഫിനേഷനാണ്. അപ്പം ഇത് നമുക്ക് മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ കേസിലും ഉള്ള ഒരു ഡെഫിനേഷൻ തന്നെയാണ്. അപ്പം ഇവിടെ നമുക്കിതിൻ്റെ പ്രൂഫും കൂടി ഒന്ന് നോക്കാം ബൈവേരിയേറ്റിൻ്റെ കേസിൽ. So this is the definition. A bivariate vector xy possesses a bivariate normal distribution if and only if every linear combination of x and y, say ax plus by, where a not equal to 0 and b not equal to 0, is a univariate normal distribution, is a univariate normal random variable. അതായത് xy എന്ന് പറയുന്ന റാൻഡം വെക്ടറിന് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്താണ്? എക്സ് ആൻഡ് വൈയുടെ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്താലും അതിന് യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നമുക്കിത് ഒന്ന് പ്രൂവ് ചെയ്യാം. സോ നെസസറി പാർട്ടിൽ വി കൺസിഡർ XY ഫോളോസ് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ MGF എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് e raised to t1x plus t2y. ഇനി നമ്മൾ ax plus byയുടെ MGF എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്യുക. അപ്പം ax plus byയുടെ MGF എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് e raised to atx plus bty. അപ്പം നോക്കിക്കേ, ബൈവേരിയേറ്റ് നോർമലിൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് e raised to t1x plus t2y. അപ്പം t1ന് പകരം AT എന്നും T2ന് പകരം BT എന്നും നമ്മൾ ബൈവേരിയേറ്റ് നോർമലിൻ്റെ MGFൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് എഴുതാൻ പോവാം. അപ്പം നമുക്ക് ഈ AX പ്ലസ് BYയുടെ MGF നമുക്ക് കിട്ടും. സോ നമ്മൾ T1ന് AT എന്നും T2ന് BT എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബൈവേരിയേറ്റ് നോർമലിൻ്റെ MGFൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് AX പ്ലസ് BYയുടെ MGF കിട്ടും. അപ്പം നോക്കിക്കേ, ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ്, നമുക്കറിയാം യൂണിവേരിയേറ്റ് നോർമലിൻ്റെ MGF എന്താണ്? e raised to mu t പ്ലസ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 2 അല്ലേ? അപ്പം മ്യൂവിന് പകരം a mu1 പ്ലസ് b mu2, സിഗ്മ സ്ക്വയറിന് പകരം a സ്ക്വയർ സിഗ്മ 1 സ്ക്വയർ പ്ലസ് b സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ പ്ലസ് 2 റോ ab സിഗ്മ 1 സിഗ്മ 2. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ AX പ്ലസ് BYയുടെ MGF എന്താണ്? By the uniqueness property of moment generating function, this is the MGF of a normal distribution with the mean a mu1 plus b mu2 and a variance a square sigma 1 square plus b square sigma 2 square plus 2 rho ab sigma 1 sigma 2. ശരിയാണല്ലോ? അപ്പം XY ബൈവേരിയേറ്റ് നോർമൽ വെക്ടർ ആണെങ്കിൽ AX പ്ലസ് BYയുടെ MGF കണ്ടുപിടിച്ചത് യൂണിവേരിയേറ്റ് നോർമൽ ആണെന്ന് കിട്ടി. ഇനി സഫിഷ്യൻസി പാർട്ട്. അപ്പോൾ സഫിഷ്യൻ്റ് പാർട്ടിൽ നമുക്ക് എന്താണ് അറിയാവുന്നത്? AX പ്ലസ് BYനെ നമ്മൾ Z എന്ന് വിളിച്ചു. ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂണിവേരിയേറ്റ് നോർമൽ. അപ്പോൾ അതിൻ്റെ മീനും വേരിയൻസും, മീൻ എന്ന് പറയുന്നത് a mu1 പ്ലസ് b mu2, വേരിയൻസ് എന്ന് പറയുന്നത് a സ്ക്വയർ സിഗ്മ 1 സ്ക്വയർ പ്ലസ് b സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ പ്ലസ് 2ab റോ സിഗ്മ 1 സിഗ്മ 2. എന്തുകൊണ്ടാണ് mu1ഉം mu2ഉം എക്സിൻ്റെയും വൈയുടെയും മീനും സിഗ്മ 1 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ എക്സിൻ്റെ വൈയുടെ വേരിയൻസസും റോ എന്ന് പറയുന്ന കോറിലേഷനുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിതിൻ്റെ MGF ഒന്ന് കണ്ടുപിടിക്കാം അല്ല? നേരത്തെ നമ്മൾ കണ്ടത് വെച്ചിട്ട് MGF നമുക്ക് എഴുതാമല്ലോ. Z എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, യൂണിവേരിയേറ്റ് ആണ്. അപ്പം അതിൻ്റെ MGF എന്ന് പറയുന്നത് e raised to mu t പ്ലസ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 2. അപ്പം മ്യൂവിനും സിഗ്മ സ്ക്വയറിനും നമ്മൾ മേളിൽ കണ്ടുപിടിച്ചത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെസസറി പാർട്ടിൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആ സെയിം എക്സ്പ്രഷൻ ഏതായിരുന്നു? e raised to t ഇൻറ്റു a mu1 പ്ലസ് ടി ബി mu2, അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചില്ലേ? ആ എക്സ്പ്രഷൻ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇനി ഇവിടെ എ ടിക്കും ബി ടിക്കും നമ്മൾ T1 ആൻഡ് T2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് കിട്ടുക? ദിസ് ഈസ് ദ PDF ഓഫ്, അല്ല, ദിസ് ഈസ് ദ MGF ഓഫ് എ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ശരിയല്ലേ? ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. By uniqueness property, we can show that XY follows bivariate normal distribution. അപ്പം ഇതെന്ന് പറയുന്നത് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷന് മാത്രമുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിമാർക്ക് തന്നിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് എക്സ് വൈ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബൈവേരിയേറ്റ് നോർമൽ ആണെങ്കിൽ മാർജിനൽ പി ഡി എഫ്സ്, എക്സിൻ്റെ വൈയുടെ മാർജിനൽ പി ഡി എഫ്സ് എന്ന് പറയുന്നത് യൂണിവേരിയേറ്റ് നോർമൽ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ കോൺവേഴ്സ് ശരിയായിരിക്കണമെന്നില്ല. അതായത് എക്സിൻ്റെ വൈയുടെ മാർജിനൽ ഡെൻസിറ്റീസ് യൂണിവേരിയേറ്റ് നോർമൽ ആണെങ്കിൽ അതിൻ്റെ എക്സ് വൈ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡെൻസിറ്റി ബൈവേരിയേറ്റ് നോർമൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ നിങ്ങൾ നോട്ടിൽ ബാക്കിയായിട്ട് തന്നിട്ടുണ്ട്. അപ്പം അത് വായിച്ചു നോക്കുക. ഇനിയുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നതോടെ നമുക്ക് ജനറൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പം ബൈവേരിയേറ്റ് നോർമലിൻ്റെ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പം ഇതിൽ പഠിപ്പിച്ച കൂടാതെ ബൈവേരിയേറ്റ് നോർമലിനെ കുറിച്ചുള്ള PDF ഒക്കെ ഗൂഗിളിൽ ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പം നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് അല്ലാതെ മറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് അത് എക്സാമിന് അല്ലെങ്കിൽ കൂടി നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം വളരെ ഉപകാരപ്പെടും. മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ബൈവേരിയേറ്റ് നോർമൽ കഴിഞ്ഞു. ഇനിയുള്ള ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മൾട്ടിവേരിയേറ്റ് നോർമൽ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ കൂടെ നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബൈവേരിയേറ്റ് നോർമലിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, താങ്ക് യു.